രവി സാറല്ലേ? ആ രവിയേട്ടൻ ബാങ്കിൽ പോയിരിക്കാം. നല്ല കണ്ടുപരിചയം തോന്നുന്നുണ്ടല്ലോ. അല്ല, ഞാൻ ഇവിടെ അടുത്തുള്ളതാ. രവിയേട്ടൻ കാണാനാണോ? അതെ അതെ. ഇപ്പൊ ഇല്ല, ബാങ്കിൽ പോയിരിക്കാണ്. എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം. ഇല്ല കുഴപ്പമില്ല, ഞാൻ നേരിട്ട് കണ്ട് പറഞ്ഞോളാം. അല്ല കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇല്ല, നേരിട്ട് കണ്ട് പറഞ്ഞോളാം. ഇല്ലയോ? ഇല്ല, വരും, കുറച്ചു നേരം കഴിയുമ്പോഴേ എത്തുള്ളൂ. ശരി, ഞാൻ പറഞ്ഞു കണ്ടു. സാറേ, ശ്രീകുമാർ എന്ത് ഇവിടെ? അല്ല സാറേ, ഞാൻ സാറിന് തിരക്കി വീട്ടിൽ പോയിരുന്നു. കൊറേ നാളായി കണ്ടിട്ട്. വീട്ടിൽ പോയോ? വീട്ടിൽ ചെന്ന വൈഫ് പറഞ്ഞു സാറേ ബാങ്കിൽ പോയെന്നോ. അതെ, ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ്. അല്ല, വീട്ടിൽ പോയെന്തേ? അല്ല സാറേ, ജീവിതം വളരെ ഒരു പരാജയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. എല്ലാവരെയും ജീവിതം എങ്ങനെയൊക്കെ തന്നെ ശ്രീകുമാരെ, പരാജയമൊക്കെ ഉണ്ടാവും. അല്ല, എന്നാലും എൻ്റെ ഒരു പുല്ലാത്തൊരു അവസ്ഥയാണ് സാറേ. എനിക്കൊരു പുതിയൊരു സംരംഭം തുടങ്ങാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ സാർ ഒന്ന് എന്നെ സഹായിക്കണം. അതെ ശ്രീകുമാറെ, സഹായം എന്നൊക്കെ പറയുമ്പോഴേ ഞാനിപ്പം സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റാണ്. തന്നെയല്ല, എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു... അല്ല സാർ, സാമ്പത്തിക സഹായം അല്ല ഞാൻ ചോദിച്ചത്. പിന്നെ എനിക്ക് ഒരു ലോൺ എടുക്കാനുള്ളൊരു പ്ലാനുണ്ട്. അത്രേ ഉള്ളോ? അതിന് ശ്രീകുമാർ ഞാൻ ചെയ്യും. ബാങ്കിലോട്ട് നാളെ വേണ്ട, മറ്റന്നാൾ വരിക. പിന്നെ ID പ്രൂഫ് ഒക്കെ ഉണ്ടല്ലോ? അതെല്ലാം ഉണ്ട് സാർ. പിന്നെ പ്രോജക്ട് റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാം. സ്വയം തൊഴിൽ കണ്ടെത്തുന്ന വകുപ്പിലെ ഒരു കാര്യം ചെയ്യും, 2 ജാമ്യക്കാരുമായിട്ട് അങ്ങോട്ട് വാ. അവിടെയാണ് സാറേ പ്രശ്നം. ഈ 2 ജാമ്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് എൻ്റെ ഒരു വകയിലൊരു അനിയനെ നിർത്താം. കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തെ ജാമ്യക്കാരെ ഒരാളെ വേണം. ഇല്ല, ആയില്ല. ഗവൺമെന്റ് എംപ്ലോയി അല്ലേ? ഗവൺമെന്റ് എംപ്ലോയി അങ്ങനെ ഒരാളില്ലല്ലോ സാറേ. അത് ഒരാൾ വേണം. 2 പേര് വേണം ശ്രീകുമാറെ. പിന്നെ അല്ല, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല സാറേ. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള സാറിനെയാണല്ലോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാറിനോട് എനിക്ക് പറയാം. അതുകൊണ്ട് സാറ് ഒന്ന് നിന്ന് സഹായിക്കണം. ജാമ്യരിക്കാനോ? അയ്യോ, അത് ശരിയാവില്ലല്ലോ ശ്രീകുമാറെ. ഞാൻ ബാങ്കിൽ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം, പെട്ടെന്ന് തന്നെ ലോൺ പാസ്സാക്കി തരാം. പക്ഷേ ഈ ജാമ്യം നിൽക്കുന്ന കാര്യം... അല്ല സാറേ, എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഓരോ ദിവസവും മുങ്ങിത്താഴുന്ന ഒരു കപ്പലായി പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. അത്ര ഒരു അവസ്ഥയിലാണ് ഞാൻ. അതൊക്കെ ശരിയാണ്. ശ്രീകുമാർ ഒരു കാര്യം ചെയ്യും, വേറെ ആരെങ്കിലും ഒക്കെ നോക്കുക, കൂട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന്... സാറേ, സാറ് കൈവിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരും ഇല്ല സാറേ. സാറിന് അറിയാലോ എൻ്റെ കാര്യം. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഒരു വഴി ഉണ്ടാവും. അല്ല, വേറെ വഴിയില്ല സാർ. അത്ര ഗതികേട് കൊണ്ടാ ഞാൻ സാറിനോട് വന്നൊരു കാര്യം പറഞ്ഞു. ശ്രീകുമാറെ, ഈ ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിലെ ഞാൻ ജാമ്യം നിൽക്കുന്നത് ശരിയല്ല. ഒരു കാര്യം ചെയ്യും, ശ്രീകുമാർ വേറെ ഏതെങ്കിലും ബാങ്കിൽ നോക്കുക, അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങുക. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം, സഹായം ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതിയല്ലേ? അങ്ങനെ ചെയ്യാം. വേറെ ഏതെങ്കിലും ബാങ്കിലെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. സാറേ, സാറ് ദൈവമാണ് സാറേ. സത്യം, എനിക്കത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയും സഹായിച്ച വേറെ ആരുമില്ല സാർ. എനിക്കതൊക്കെ സഹായിക്കണ്ടേ ജീവിതത്തിൽ? അതാണല്ലോ നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൽ. വിഷമിക്കാതെ. ശരി സാർ. വേറെ ചിന്തയൊന്നും വേണ്ട കേട്ടോ. ഇല്ല സാറേ, ഇത് റെഡിയായി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആവില്ലേ സാറേ? അതെ, എന്നാ ഞാൻ അങ്ങോട്ട്. സന്തോഷം സാറേ. ശരി. ഇല്ല, ഞാൻ വിളിച്ചോളാം സാർ. ശരി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.